അശ്വിൻ, വെള്ളാപ്പള്ളി നടേശൻ എന്തും പറയാം, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് വസ്തുതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതരാവുക, നാക്ക് കടിച്ചു പിടിക്കുക, വാർത്താസമ്മേളനത്തിൽ നിന്ന് ഇറക്കിവിടുമെന്ന് ഭീഷണിപ്പെടുത്തുക. കേരളത്തിലങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തും CPIM വെള്ളാപ്പള്ളി നടേശനെ കൈവിടാൻ തയ്യാറാകുന്നുമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ പറഞ്ഞതുപോലെ എന്തും പറയാം എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. താൻ പറയുന്നത് മാത്രം കേൾക്കുക, മറിച്ചൊന്നും ചോദിക്കരുത് എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ഇന്ന് അതിരൂക്ഷമായി വിമർശിച്ചു. അത് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന രീതിയിലേക്കൊക്കെയാണ് മൈക്കെടുത്ത് എറിയാൻ തുടങ്ങുന്നത്. ഇന്നും അത്തരത്തിലൊരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അതിൽ ഉത്തരങ്ങളിൽ ചില ചോദ്യങ്ങളിൽ മറുപടി ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തതയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ലീഗിനെതിരെ ആവർത്തിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന വിമർശനങ്ങൾ ഇന്നും തുടരുകയാണ്. അത് ഒരുപക്ഷെ ഒരു പടി കൂടി മുകളിലേക്ക് കയറിയുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമാണ് ഇന്നുണ്ടായത്. മാറാട് കലാപം വീണ്ടും UDF അധികാരത്തിലെത്തിയ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മാറാട് കലാപത്തിനുള്ള കോപ്പുകൂട്ടലായിരിക്കും ഉണ്ടാക്കുക. ലീഗ് നേതാക്കൾ ദുഷ്ടലാക്കോടുകൂടി പെരുമാറുന്നു, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഈഴവർക്കെതിരായി നിർത്താൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഒപ്പം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ UDF അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഈഴവ സമുദായത്തിനടക്കം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇന്നും ആവർത്തിച്ചു. ഒപ്പം CPIക്കെതിരെയും വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത്രയും വിമർശനങ്ങളും ജാതി അധിക്ഷേപവും വർഗീയ പരാമർശവുമെല്ലാം ഈ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും CPIM അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ വർഗീയവാദിയാക്കാനാവില്ലല്ലോ എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ ചോദ്യം. അതിനിടെ ആ ചോദ്യം ചോദിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഒരു മാധ്യമപ്രവർത്തകനെ ഒരു അടിസ്ഥാനവുമില്ല തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് ആ പരാമർശം എന്നുള്ള ചോദ്യത്തിന് വെള്ളാപ്പള്ളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പരാമർശവും അധിക്ഷേപവുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എന്തായാലും പറഞ്ഞതിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയും വ്യക്തമാക്കുന്നത്. ഇതുവരെ തുടർന്ന ആ പരാമർശങ്ങൾ, അധിക്ഷേപങ്ങളെല്ലാം ഇനിയും തുടരുമെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി. ഇനിയിപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൽ പ്രകോപിതനായി വാർത്താസമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം വീടിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. എന്തായാലും ആ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റവുമില്ല, അത് ഇനിയും തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.